നിങ്ങളെല്ലാവരും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു വലിയ ഉപകാരം. അല്ല, മലയാളത്തിൽ ഞാൻ കുറച്ച് വേർഡ് പറയാം, നീ ഇത് തമിഴില് പറയണം. ലൈവ് അല്ല, ரெக்கார்டிங். நீ அங்கோட்டு இருந்து வச்சு நம்ம காலேஜ் பசங்க அந்த டைம்ல எல்லாருமே காலேஜ் பசங்க தான் உதவுனாங்க. அதெல்லாம் நல்ல இது. நாங்களும் கொஞ்சம் கொஞ்சம் ஓரளவுக்கு எங்களால முடிஞ்ச அளவுக்கு நாங்களும் ஹெல்ப் பண்ணோம். പസിക്ക് പോലാമാ നീക്ക് സാപ്പിടാ പോരാ. വെയിറ്റ് ഇല്ല, വല്ലപ്പോഴും അല്ലേ കിട്ടത്തോടെ ഇങ്ങനെ സംസാരിക്കാൻ. നിനക്ക് ചോറും കൊഞ്ച് ഫ്രൈയും വായിച്ചു തരാം ക്യാൻറ്റീനിൽ നിന്ന്. കൊഞ്ച് ഫ്രൈ என்ன கொஞ்சம் ஃப்ரை? കൊഞ്ച് ഫ്രൈ എന്നാ ப்ரௌன்ஸ் ഫ്രൈ. ഓ തമിഴിൽ അതൊക്കെ എന്നാ ചൊല്ലും? എറാ തൊക്ക്. എരയെന്ന് പറഞ്ഞ ഇവിടെ മണ്ണിര, പിന്നെ കടലിലെ മീനെ പിടിക്കുന്ന എറാ തൊക്ക്. എരാ തൊക്ക, എറാ ഫ്രൈ, എറാ തൊക്ക് എല്ലാം ഒന്നുതാ. തമ്പി ഇതിനെന്താ പറയും പേരക്കേക്ക്? ഇതിന് കൊയ്യക്ക. കൊയ്യക്ക. നിക്ക് തമ്പി, ഞാനേ കുറച്ച് തമിഴിലെ അല്ല കുറച്ച് വെജിറ്റബിൾസിന്റെ പേര് ചോദിക്കാം. അത് നീ തമിഴിൽ പറയാമോ? വഴുതനങ്ങ എന്താ ഇത് പറയുക? വഴുതനങ്ങയൊക്കെ കത്തിരിക്ക. മുളവിന് എന്താ പറയും? മുളവ് ഇത് കൊടമുളകായ്. നീ അങ്ങോട്ട് നോക്കി പറ. കൊടമുളകായ് എന്ന് കൊടംപുളി. പുളിയല്ല, കൊടമുളകായ്. ഇത് ഉണ്ടമുളക്. ഓ, ഞങ്ങളവിടെ ഉണ്ടമുളക് എന്ന് പറയും, കാന്താരി മുളക് എന്ന് പറയും. പിന്നെ കൂണിന് എന്താ പറയും? കൂണ്. മഷ്റൂം ആണ്ടിത് കൂണ്. നമ്മളെ ഇടിയൊക്കെ വരുമ്പോ അത് മണ്ണിലൊക്കെ ഇങ്ങനെ മുളച്ചു വരുത്തില്ലേ, ആ സാധനം? കാലാൻ சொல்லுவாங்க. കാലാൻ தான் சொல்லுவாங்க நினைக்கிறேன். ഇത് മഷ്റൂം കാലാൻ. ഉള്ളിക്ക് എന്താ പറയാ? ഉള്ളി ചുവന്നുള്ളി. വെങ്കായം, പെരിയ വെങ്കായം, ചെറിയ വെങ്കായം. വെളുത്തുള്ളിക്ക് എന്താ പറയും? ചിന്നതുക. ഒരു വൈറ്റ് കളറിലേക്ക് അതിന് അതൊക്കെ എന്നാ പറയും? ഉള്ളി. എന്താ വെള്ള കളറിലിരിക്കുന്ന വെങ്കായത്തേക്ക് എന്നാ ചൊല്ലും? അത് വെള്ള കളറിൽ അത് പൂണ്ട്. പൂണ്ട്. ക്യാരറ്റ് വേറെ ഏതും ഇല്ല. പിന്നെ അമരക്ക. പയറില്ലേ? അമരപ്പയറ്. எனக்கு அது தெரியல. எனக்கு என்னன்னு. ചീനിക്ക് എന്താ പറയാ? ചീനി ഇവിടെ മരച്ചീനി. ചീനിക്കിഴങ്ങ്. പൊട്ടറ്റോക്ക് എന്നാ ചൊല്ലും? ഉരുളൻകിഴങ്ങ്. മലയാളത്തിൽ ഉരുളൻകിഴങ്ങ്. ഉരുളൈക്കിഴങ്ങ്. തക്കാളിക്ക് എന്നാ ചൊല്ലും? അന്റെ ടൊമാറ്റോ അല്ലേ? തക്കാളി. അതും തക്കാളി തന്നെ. പിന്നെ ചീരക്ക് എന്താ പറയാ? ചീര. പാവയ്ക്കൊക്കെ എന്താ പറയും? പാവക്കായ്. ഞങ്ങള് പാവയ്ക്ക. ഇഞ്ചിക്ക് എന്താ പറയാ? ഇഞ്ചിക്ക് ഇഞ്ചിയാണ്. പിന്നെ മധുരക്കിഴങ്ങിന് എന്താ പറയും? മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാ ഒരു കിഴങ്ങ്, മധുരത്തിലുള്ള ഒരു കിഴങ്ങ്. കപ്പക്കിഴങ്ങ് ഇല്ല. அந்த நம்ம சிக்கன் சாப்பிடும் போது வச்சிருந்தாங்களே அந்த கடையில, நம்ம ரூம் பக்கத்துல, அதானே? அந்த மஞ்சள் கலர்ல இருக்கும், அதானே? മത്തങ്ങയൊക്കെ എന്താ പറയും? ഇങ്ങോട്ട് നോക്കണം. കണ്ട ഇത് പംകിൻ. പൂസണിക്ക. പിന്നെ അരിക്ക് എന്താ പറയാ? അരി, ചോറ് തിന്നുന്ന അരിക്ക്. നമ്മ സാപ്പാട് സമയക്കില്ലേ அந்த അരിക്ക്? അരസി. ചേട്ടൻ എന്താ പറയാ? ചേട്ടൻ ബ്രദർ. അണ്ണൻ. அட்டாக் பண்ற அண்ணன், அட்ராக்ட் பண்ற அண்ணன், அட்டகாசமான அண்ணன், அசால்ட்டான அண்ணன். വേറെ അണ്ണനല്ല? അണ്ണൻ, തമ്പി അനിയനില്ലേ? ചിന്ന തമ്പി. മറ്റേ അണ്ണനാകുമ്പോ പെരിയ തമ്പി. വലിയ അണ്ണൻ. അണ്ണൻ. ഇതിനെന്താ പറയും? തൈര്. ബട്ടർ മിൽക്ക്. മോരിനൊക്കെ മോര് തന്നെ. ഇവിടെ വരാൻ പറയുന്ന എങ്ങനെ? ഇവിടെ വാ. ഇങ്ങ വാ. നമ്മ ബഹുമാനപൂർവ്വം പറയുന്ന എങ്ങനെ? கொஞ்சம் மரியாதையா இங்க வான்னு പറയുന്നത്. மூத்தவங்களா இருந்தா அண்ணன் இங்க வாங்க, பெரியவங்களா இருந்தா அங்கிள். அப்ப எல்லாரும் வாங்க.
ഗസ്റ്റുക്ക് എന്നാ சொல்லுங்க ഗസ്റ്റ്? ഗസ്റ്റുക്ക് വിരുന്നാളി. വിരുന്നാളി മലയാളത്തില് അതിഥി എന്ന് പറയാം. അതിഥി. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ സ്വർണത്തിന് എന്താ പറയാ? ഗോൾഡിന് തങ്കം. തങ്കം. തങ്കം 96 തങ്കം 96. ഇதை കട്ട് பண்ணிருங்க. അത് കുഴപ്പമില്ല. ദൈവമേ നന്ദി എന്ന് പറയുന്നത് എങ്ങനെ? കടവുൾ. ദൈവമേ നന്ദി. ദൈവമേ നന്ദിയാ? നന്ദി. கடவுள் நன்றி. சரி, நான் செவனே தானா போய்க்கிருந்தேன். யாரு வம்பு தும்புக்காச்சும் போனா? ഇനിയിപ്പം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്താ പറയും? உயிர் நண்பன். உயிர் நண்பன். ஃப்ரெண்ட். என் ஃப்ரெண்ட் ஒருத்தர் இருக்கான் ஊர்ல. ஊர்ல நான் உங்க ஊர்ல நண்பன் கிடையாதா? இங்க உள்ள ஊர்ல என் பெஸ்ட் ஃப்ரெண்ட் ஒருத்தர் இருக்கான். அவன் பேரு கூட சொல்லி. சூர்யா. இது போக போக இந்த சேனல்ல ஃபேமஸ் ஆகி பெரிய லெவலுக்கு வரும்போது தெரியும். அவன் பெருமைப்பட்டுடும். അടുത്തത് നമ്മളത് ചോറ് കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ? ചോറിന്റെ കൂടെ മീൻ കൂട്ടാൻ എന്താ പറയും? മീൻ കുളമ്പ്. മീൻ കുളമ്പ്. ചിക്കൻ കറിക്ക് ചിക്കൻ കുളമ്പ്. പിന്നെ നിങ്ങളുടെ ഊരിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? വിശേഷം എന്താ കേരളാവില് ഓണം, தீபாவளி, அது மாதிரி. உங்களை பொறுத்தவரைக்கும் அந்த தீபாவளி தான் அங்க பெரிய ஆഘോഷം. பொங்கல் இல்லையே? பொங்கல். பொங்கல். பொங்கல் தமிழர் திருநாள். இது நம்ம கேரளாவில ஓணம் மாதிரி செலிப்ரேட் பண்ணோம் இல்லையா? அதான் அங்க பொங்கல், தீபாவளி, கிறிஸ்மஸ், நியூ இயர் எல்லாமே கொண்டாடும். പിന്നെ നിങ്ങളുടെ നാട്ടില് കരിമ്പ് കൃഷി ഉണ്ടോ? കരിമ്പ് കൃഷി. கரும்பு. கரும்புன்னு പറഞ്ഞ சுகர் கேன். அது வந்து பொங்கலுக்கு நல்ல ஃபேமஸா இருக்கும். பொங்கல் இப்படி கெட்டி பொங்கலை சென்டர்ல வச்சு பொங்கல் விட்டு எல்லாருக்கும் பொங்கல் நல்வாழ்த்துக்கள். பொங்கலோ நிறைய வீடிയോ பார்த்திருக்கேன் அந்த மாதிரி കരിമ്പെല്ലാം വെട്ടി. ഞങ്ങളുടെ ഏരിയയില് ഒരു മലക്കറിക്കടയുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ നിന്ന് മലക്കറി കൊണ്ടുവരുന്നത്. അതായത് കായ്കനിയല്ല, പ്രിയത വെജിറ്റബിൾസ്. അതെല്ലാം അങ്ങ് കൊണ്ടുവരും. അപ്പൊ അത് കൂടെ അവര് ഇലവസമാ அந்த கரும்பு கூட பொங்கல் டைம்ல கொடுத்து விடும். இப்ப ഞാനെല്ലാം പോയി அங்க இருந்து ஒடிச்சு ஓசியில கரும்பெல்லாம் சாப்பிட்டு காய்கறி வேண்டாங்கிலும் பொங்கல் டைம் மட்டும் அது கொஞ்சம் நிறைய கிடைச்ச மாதிரி இருக்கும். கிடைக்கும், ஆனா கொஞ்சம் ஒரு கம்மியா இருக்கும். பொங்கல் டைம்ல ஃபுல்லா கரும்பு எல்லார் வீட்லயும் கரும்பு ஒரு கெட்டி இப்படி 3 கெட்டி. ஆச்சாரம் மாதிரியா? ஆச்சாரம்னா அந்த ட்ரெடிஷனல் மாதிரி. ட்ரெடிஷனல் அப்படியே கொண்டாடும். பொங்கலுக்கு மண் சட்டியில வச்சு பொங்கல் அரிசி, பொங்கல் അതില് ഷുഗർ ആഡ് பண்ணுவான் அந்த பொங்கலுக்கு. பாயசம் மாதிரி. பாயசம் மாதிரி அதுவும் செய்வோம். இன்னொன்னு பச்சரிசி. பச்சை அரி എന്ന് പറയും. அத போட்டு அதுல பொங்கல் அப்படி வந்து பச்சரி அது வந்து பொங்கி வடியும். அப்போது அது அததான் பொங்கலோ எல்லாரும் வீடியோ பார்த்திருக்கேன் அந்த மாதிரி விடுவாங்க. அது எல்லாருக்கும் பொங்கல் நல்வாழ்த்துக்கள். பொங்கலோ பொங்கல். கத்துவாங்க. அதெல்லாம் ரொம்ப சந்தோஷம் இல்லையே? இப்போ அந்த மாதிரி கொண்டாடுമ്പോഴേ. അപ്പൊ ഇത് ചെയ്യുമ്പോ നിങ്ങളുടെ ബന്ധുക്കളെല്ലാം വീട്ടിൽ വരുമോ? ഉങ്ക റിലേറ്റീവ്സ് എല്ലാം വീട്ടിൽ വരും. അത് அந்த എങ്ങനെ പറയുന്നത്, அந்த பொங்கல் கொண்டாடும்போது ஃபுல்லா சைவ சாப்பாடு தான். சைவ എന്നാ പച്ചക്കറി, വെജിറ്റബിൾ சாப்பாடு. വെജിറ്റബിൾ. എനിക്ക് മലയാളം തമിഴ് അറിയത്തില്ല, കുറെ സിനിമകൾ കണ്ടങ്ങനെ പഠിച്ചതാ. അത് വെച്ചാ അവന്റെ കൂടെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഫുള്ള് വെജിറ്റബിൾ. ഉളവറതിലൊന്ന விவசாயம் பண்ணுவாங்கல்ல, கர்ஷகரோட அவங்களோட தினம் ஒரு நாள். அதுக்கப்புறம் மாட்டு பொங்கல், അതായത് കാള പൂട്ടുന്നേ. அதுக்கப்புறம் பொங்கல், മെയിൻ പൊങ്കൽ. അതിന്റെ ഐതിഹ്യം എന്തുവാ? ഐതിഹ്യം എന്നാ അത് എപ്പടി அது அந்த பொங்கல் வந்தது? அது எப்படி முன்னோர்கள் ஃபர்ஸ்ட் தமிழர்கள் வந்த நாள்ல இருந்தே இருக்கு. உங்களுக்கு யாராவது தெரிஞ்சிருந்தா இருக்காங்கன்னு நம்ம தமிழ் ஃப்ரெண்ட்ஸுக்கு யாராவது அந்த பொங்கல் விஷயம் தெரிஞ்சிருந்தா கமெண்ட்ல சொல்லுங்க. இல்ல அது வந்து எப்படி வந்தது எனக்கு ஃபுல் டீடைல்ஸ் தெரியல. ஆனா முன்னால இருந்தே கொண்டாடிட்டு இருக்காங்க அப்படின்னு எங்க அம்மா சொல்லி கேள்விப்பட்டிருக்கேன்.
അത് 3 നാള് പൊങ്കല്. ആ 3 3 നാള്. ഇനി നമ്മൾ എന്തോത്തിനെ പറ്റി ഇപ്പൊ നമ്മള് പൊങ്കലിനെ പറ്റി പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടില്? ഈ മെയിനായിട്ട് കൃഷി എന്തൊക്കെയാ അവിടുത്തെ? കൃഷിന്ന വ്യവസായം. വ്യവസായം. ഉള്ളി കൃഷിയുണ്ടോ? ഉള്ളി അതാ നീ നേരത്തെ പറഞ്ഞല്ലേ, വെങ്കായം കൃഷി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കപ്പലണ്ടി കൃഷിയുണ്ടോ? കപ്പലണ്ടി കൃഷി കപ്പലണ്ടിയില്ല, சின்ன வெங்காயம் ஒன்னு, பெரிய வெங்காயத்தில் ഇവിടെ സവാള എന്ന് പറയും. സവാള அங்க வந்து பெரிய வெங்காயம், இன்னொன்னு சின்னதா இருக்கும், വെളുത്തിരിക്കുന്ന വെളുത്തുള്ളി അല്ല അതേ കളറില് ഒന്ന് ചിന്നതാ, അത് வந்து சின்ன வெங்காயம். മറ്റേ വെളുത്തുള്ളിക്ക് എന്ത് പറയുന്ന പൂണ്ടല്ലേ? വെളുത്തുള്ളിക്ക് എന്ത് പൂണ്ട്. ഇവിടെ വെളുത്തുള്ളി എന്ന് പറയും. ചില ആളുകളൊക്കെ പൂണ്ടെന്ന് തന്നെ കടയിൽ എന്ന് പറയും. പിന്നെ വേറെ എന്ത് കൃഷിയുണ്ട്? ഞാൻ அவ்வளோ மோஸ்ட்லி சாப்பிட மாட்டேன். அப்புறம் நான் உங்ககிட்ட விளையாட்டா பேசுற புறாடிக்கு நம்பிட்டீங்க. ஐயோ, அதனால ஓரளவுக்கு தெரியாது. 3 தான் நான் பார்த்திருக்கேன். പിന്നെ നിങ്ങളുടെ ഊരിനെ പറ്റി കൊണ്ടും പറ, എങ്ങനെ നല്ല ഇതാണ്? എന്നെ പറ്റി ഒന്നും சொல்றதுக்கு ഒന്നുമില്ല, വേണ്ട. ഇവിടെ കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെ പിടിച്ചു നിനക്ക് സാപ്പിടുന്നതൊക്കെ? കുറച്ച് പനിയുടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് എനിക്ക്, അതാണ് സൗണ്ട് ഇതായിട്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് മന്നിച്ചെടുക്കും. ഇവിടെ കേരളത്തിൽ വന്നിട്ട് നിനക്ക് എന്തൊക്കെ ഇത് ചാപ്പാട് ഇഷ്ടപ്പെട്ട് ഭക്ഷണം? கேரளால வந்து நான் அவ்வளவா மோஸ்ட்லி ஹோட்டல்ல வெளியே இன்னும் போகல. பக்கத்துல அந்த லாஸ்ட் கடையில ஒரு கடை உண்டு, அந்த கறி சாப்பாடு. அதுல வந்து சோறுல வந்து கிழங்கு வச்சு, കപ്പക്കിഴങ്ങ്, ചീനി. നമ്മുടെ കേരളത്തിലെ ചീനിയെ പറ്റിയാ പറയുന്നത്. அந்த கிழங்க சோத்துக்குள்ள வச்சு அதுல கொஞ்சோண்டு குழம்பு ஊத்திட்டு சாப்பிடும் போது ചിക്കൻ കുഴമ്പ്. ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കടയുണ്ട്, അതിനെ പറ്റി അവൻ പറയുന്നത്. അവിടെ 100 രൂപയ്ക്ക് ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, മീൻ കഷ്ണം, അതായത് മീൻ കറി, അത് എല്ലാം കൂടെ ചീനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. അതിനെ പറ്റിയാ ആശാൻ പറയുന്നത്. പിന്നെ തിരുനെൽവേലി അലുവ കഴിച്ചിട്ടുണ്ടോ നീ? തിരുനെൽവേലിയിലെ വീട് നിറയെ, ഇനി വരുമ്പം കൊണ്ടുപോവാ. ഇനിയിപ്പോ നമുക്ക് നിറയെ സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേന് ഏകപ്പെട്ട കുറച്ച് സബ്സ്ക്രൈബർ നമ്മൾ സെറിഞ്ഞെടുത്തിട്ട് അവർക്ക് തിരുനെൽവേലി അലുവ പാഴ്സൽ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബർ കുറെ ആവട്ടെ, ഒരു 3000 സബ്സ്ക്രൈബർ ആവട്ടെ. അപ്പോഴത്തേനും കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തിരുനെൽവേലി അലുവ പാഴ്സലായിട്ട് അയച്ചു തരുന്നുണ്ട്. ഇതാ ഇങ്ങനെ കേരളയിൽ വന്നിട്ട് എങ്ങനുണ്ട് ക്ലൈമറ്റ് എല്ലാം? இப்போதைக்கு நான் வந்து கிளைமேட்லாம் நான் குளிரா இருக்கும்னு நினைச்சிட்டே வந்தேன். ஒரு ஜெர்கின்லாம் ஒண்ணு கொண்டு வந்திருக்கேன். ஆனா வந்து அவ்வளவு குளிர் இல்ல, ஒரு சட்டையை போட போகும்போதே கொஞ்சம் வேகதான் செய்யுது. ഇപ്പൊ ഞങ്ങള് ട്രെയിനിലിരുന്ന വീഡിയോ ചെയ്യുന്നത്, ഇവിടെ AC ഓഫ്, അതുകൊണ്ട് ഭയങ്കര ചൂട്. ഭയങ്കര ചൂടിനെന്താ തമിഴിൽ പറയുന്നത്? ഉഷ്ണം. മലയാളത്തിൽ ആവി എന്ന് പറയും, അവിടെ തമിഴിൽ ആവി എന്ന് പറഞ്ഞ മറ്റേ പേയ് പിശാചെല്ലാം വരും. ആവി എന്നാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിയുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയടാ. സബ്സ്ക്ரைப் பண்ணணும். இந்த சேனல் உங்களுக்கு பிடிச்சிருந்தா நீங்க எல்லாரும் சப்ஸ்கிரைப் பண்ணணும். இல்ல நான் சொல்லல, அது குழப்பம் പറഞ്ഞു பண்ணுங்க, எல்லாரும் பண்ணுங்க. நீங்க ஒரு தத்தியா இருக்கீங்கன்னு நினைச்சோம், ஆனா இப்படி ஒரு புத்திசாலியா இருப்பீங்கன்னு நினைச்சே பார்க்கல. ரொம்ப நன்றி.